പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന് തൂക്കുകയർ തന്നെ വധശിക്ഷ ശരിവെക്കണമെന്ന പ്രോസിക്യൂഷന്റെ അപേക്ഷ ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്. IPC 302, IPC 376, IPC 376A, IPC 342, IPC 449 എന്നീ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തുകയും അത് വിചാരണ കോടതി ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2016 ഡിസംബർ 14 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിക്കുകയും ചെയ്തത്. ബലാത്സംഗം അടക്കമുള്ള വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ജീവപര്യന്തനത്തിന് പുറമെ 18 വർഷം കഠിന തടവും കൂടി ഈ കോടതി വിധിച്ചിരുന്നു. അതിനു പുറമെ പിഴയും ഉണ്ടായിരുന്നു. അപ്പോൾ വധശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷകളാണ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരിക്കുന്നത്. ലേബി സജീന്ദ്രൻ ചേരുന്നുണ്ട്. ലേബി, വളരെ പ്രധാനപ്പെട്ട ശിക്ഷാവിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ലേബിയിലേക്ക് തിരിച്ചെത്താം. ഇത് പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു പാഠമാണ് എന്നുള്ള നിരീക്ഷണത്തോടു കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ശിക്ഷാവിധി ശരിവച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജ് ചേരുകയാണ്. ശ്യാം, എത്ര നേരമെടുത്തു കോടതിയുടെ നടപടിക്രമങ്ങൾ? വളരെ വേഗത്തിൽ വിധി പറഞ്ഞ് തീർപ്പാക്കുകയായിരുന്നോ കോടതി? തീർച്ചയായും, കാരണം വിധിന്യായം എന്നത് ഏതാണ്ട് 1 മിനിറ്റിൽ താഴെയുള്ള നടപടിക്രമം മാത്രമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഉണ്ടായിരുന്നത്. കൃത്യം 2 മണിക്കാണ്, ഏതാണ്ട് 1:54 ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാറും S മനുവും കോടതി മുറിയിലേക്ക് എത്തുകയും വിധിന്യായത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ജസ്റ്റിസ് PB സുരേഷ് കുമാർ ഈ വിധിന്യായം, അതിൻ്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫാണ് വായിച്ചത്. അതിൽ ഒറ്റ വാചകം മാത്രമാണ് പറഞ്ഞത്. ഈ വിധി വധശിക്ഷ ശരിവയ്ക്കുന്നു, അപ്പീൽ തള്ളുന്നു, പ്രതിയുടെ അപ്പീൽ തള്ളുന്നു എന്ന് ഈ വാചകം മാത്രമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തത്, ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്ത്. ഈ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ, ഡൽഹിയിലെ നിർഭയ കൊല്ലപ്പെട്ട രീതിയിൽ, അതല്ലെങ്കിൽ അത്രത്തോളം ക്രൂരമായ ഒരു കൊലപാതകമാണ് പെരുമ്പാവൂരിൽ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത്. ഈ കൊലപാതകം എന്നാണ് ഹൈക്കോടതി ഈ കേസിലും നിരീക്ഷിച്ചത്. കാരണം ഇത് സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്ന നീതിയാണ് എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് പ്രതി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ തന്നെ നൽകേണ്ടതുണ്ട്. ഇത് അപൂർവമായ ഒരു കേസാണ് എന്ന് കണ്ട് വധശിക്ഷ നൽകിയ വിചാരണ കോടതിയുടെ വിധിയെ അതേപടി ശരിവെക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചെയ്യുകയും ചെയ്യുന്നത്. ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ അടക്കമുള്ളവ, സാക്ഷിമൊഴികൾ അടക്കമുള്ളവ ഹൈക്കോടതി അതേപടി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഉന്നത ബോധ്യത്തോടെയാണ് വധശിക്ഷ ശരിവെക്കുന്നത് എന്ന കാര്യവും കൂടി ഹൈക്കോടതി ഈ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരമൊരു ക്രൂരകൃത്യം ഇനിമേൽ സംഭവിക്കരുത്, അതിനുവേണ്ടിയാണ് വധശിക്ഷ നൽകുന്നത്, വധശിക്ഷ ശരിവെക്കുന്നത് എന്ന കാര്യവും കൂടിയാണ് ഹൈക്കോടതി ഈ വിധിയിന്മേൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാറും S മനുവും അടങ്ങുന്ന 2-അംഗ ഡിവിഷൻ ബെഞ്ച് ഈ കുറ്റകൃത്യത്തിന്മേൽ അല്ലെങ്കിൽ ഈ വിധിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതാണ്ട് 150-ലധികം പേജുള്ള വിധിന്യായത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്തിലെ 1 മിനിറ്റ് ഒരു വരി മാത്രമാണ് ഹൈക്കോടതി ഇതിലിപ്പോൾ അറിയേണ്ടത്, ഇപ്പോൾ പ്രതിക്ക് വേണ്ടി പ്രതിയുടെ ശിക്ഷ ഒഴിവാക്കണം അല്ലെങ്കിൽ ശിക്ഷ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഭാഗവും അപ്പീൽ നൽകിയിരുന്നു. അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ വധശിക്ഷ ശരിവച്ചിരിക്കുന്നത്. പക്ഷേ ഉന്നത കോടതിയിലേക്ക്, അതായത് സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോകും എന്ന് പ്രതിയുടെ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള BA ആളൂർ അല്പസമയം മുമ്പ് റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ഹൈക്കോടതിയിൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തെല്ലാം ഗ്രൗണ്ട്സിൽ പ്രതിയുടെ വധശിക്ഷയിൽ ഇളവ് വേണമെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചിരുന്നത്? ബിനിൽ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു വസ്തുതാപരമായ ഒരു കാര്യം തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രതിയുടെ അഭിഭാഷകൻ അല്ല BA ആളൂർ. അദ്ദേഹത്തിന് ഈ കേസിൽ ഹൈക്കോടതിയിൽ വക്കാലത്തില്ല. ഇത് വക്കാലത്തുള്ളത് സതീഷ് മോഹൻ എന്ന അഭിഭാഷകനാണ്. നേരത്തെ BA ആളൂർ BA ആളൂരിൻ്റെ ജൂനിയർ ആയിരുന്ന അഭിഭാഷകനാണ്. അദ്ദേഹത്തിനാണ് ഈ കേസിൻ്റെ വക്കാലത്തുള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കേസ് അതിൻ്റെ പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായതും ഹൈക്കോടതിയിൽ ഹാജരായതും വാദങ്ങൾ ഉയർത്തുകയും ഒക്കെ ചെയ്തത്. മറ്റൊരു സീനിയർ അഭിഭാഷകനാണ് ഹാജരായതും വാദങ്ങൾ ഉയർത്തിയതും. ഈ കേസിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിഭാഗത്തിൻ്റെ അപ്പീലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നത്, താൻ ഈ കേസിൽ കുറ്റക്കാരനല്ല, താനല്ല ഈ കുറ്റകൃത്യം ചെയ്തത്, തന്നെ തെറ്റായി പ്രതി ചേർത്തതാണ്, അതുകൊണ്ട് തന്നെ വധശിക്ഷ ഒഴിവാക്കണം, ഈ പ്രതിപ്പട്ടികയിൽ
നിന്ന് അല്ലെങ്കിൽ ശിക്ഷ തന്നെ ഒഴിവാക്കണമെന്ന ആവശ്യമാണ് പ്രതിഭാഗം കോടതിയിൽ ഉയർത്തിയിരുന്നത്. എന്നാൽ ഈ വാദങ്ങളെല്ലാം അപ്പാടെ നിരാകരിക്കുന്ന നിലപാടാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കാര്യം പറയുമ്പോൾ, വ്യക്തമാക്കുമ്പോൾ, നേരത്തെ അവിടെ നിന്ന് തന്നെ നമ്മൾ സതീഷ് മോഹനുമായിട്ട് സംസാരിക്കുമ്പോൾ, അഭിഭാഷകനായ സതീഷ് മോഹനുമായി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ഇതിന്മേൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും എന്ന കാര്യം അദ്ദേഹം വ്യക്തിപരമായി നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ ഹൈക്കോടതിയിലേക്ക് ഈ കേസ് എത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ കേസിലെ ഏക പ്രതി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ നൽകി. ഇത്തരമൊരു വധശിക്ഷ നൽകുമ്പോൾ ആ ശിക്ഷാവിധി സെഷൻസ് കോടതി നൽകുന്നത്, വിചാരണ കോടതി നൽകുന്നത് വധശിക്ഷയാണെങ്കിൽ ആ വധശിക്ഷ ഹൈക്കോടതി ശരിവെക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി ആ ഫയൽ, വിധിന്യായം ഉൾപ്പെടെയുള്ള കേസ് ഫയലുകൾ ഹൈക്കോടതിയിലേക്ക് വരുന്നത്. അതിനൊപ്പമാണ് പ്രതി അമീറുൽ ഇസ്ലാമിൻ്റെ അപ്പീലും ഈ കേസിലെ വധശിക്ഷ റദ്ദാക്കണം, തന്നെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം, ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകണം, അല്ലെങ്കിൽ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കണം, താൻ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തണം എന്ന കാര്യവുമായി അപ്പീലുമായി ഹൈക്കോടതിയിലേക്ക് അമീറുൽ ഇസ്ലാം പ്രതിയുടെ അപ്പീൽ വരുന്നത്. ഈ രണ്ട് ഹർജികളും ഹൈക്കോടതി ഒരുമിച്ചാണ് പരിഗണിച്ചത്. കഴിഞ്ഞ 6 വർഷത്തിലധികമായി വാദം കേൾക്കുകയായിരുന്നു. പക്ഷേ വാദം കേട്ടത് കഴിഞ്ഞ ഏതാണ്ട് അവധിക്കാലത്തിന് പിരിയുന്നതിന് തൊട്ടു മുമ്പേ ഉള്ള 1 മാസ കാലയളവിലാണ് സ്ഥിരമായി ഈ കേസിന്മേൽ വാദം കേട്ടത്. അങ്ങനെ ഒരു വാദം കേട്ടതിന് ശേഷമാണ് അവധിക്കാലത്തിന് പിരിയുന്നതിന് മുമ്പ് വിധി പറയാൻ വേണ്ടി മാറ്റിയതും. ഹൈക്കോടതി ഇന്ന് അവധിക്കാലത്തിന് ശേഷം സമ്പൂർണ്ണമായി, അല്ലെങ്കിൽ എല്ലാ കോടതികളും സമ്പൂർണ്ണമായി പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു ദിവസമാണെന്ന് ആ ദിവസം തന്നെയാണ്, അതായത് ഈ കോടതിയുടെ ഈ സമ്പൂർണ്ണമായി പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ ദിവസം തന്നെയാണ് ഇത്തരമൊരു വിധിന്യായം പുറത്തു വരികയും ചെയ്യുന്നത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ആ വിധിന്യായം പുറത്തു വരുമ്പോഴാണ്